കഥയാണ്. ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പഠിക്കാനൊക്കെ അവൾ മിടുക്കിയായിരുന്നു. ക്യാമറ അതിൻ്റെ ഇടയിലൊന്ന് ശരിയാക്കുന്നുണ്ട്. പഠിക്കാനൊക്കെ അവൾ ഭയങ്കര മിടുക്കിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾക്കൊരു 11-12 വയസ്സൊക്കെയുള്ള സമയത്ത് അവളുടെ വീട്ടിൽ അവൾക്ക് പഠിക്കാൻ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ആ കുട്ടി പഠിക്കുമ്പോൾ അവളുടെ അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ കൈപ്പടത്തിൽ ഒരു വചനം എഴുതിയിട്ട് എൻ്റെ തട്ടൊന്ന് ശരിയാക്കിയിട്ട് ഒരു വചനം എഴുതിയിട്ട് അച്ഛനത് ടേബിളിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചു. ഒരു കാർഡ്ബോർഡ് കഷ്ണത്തിൽ വൈറ്റ് പേപ്പറൊക്കെ ഒട്ടിച്ച് അച്ഛൻ്റെ കൈപ്പടത്തിൽ എഴുതിയ ഒരു വചനമായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് വേണം പഠിക്കാനിരിക്കാൻ. അങ്ങനെ അവളത് പറഞ്ഞങ്ങനെ പഠിച്ചു പോന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഒരു 19 വയസ്സൊക്കെ ആയപ്പോൾ അവളെ കല്യാണമൊക്കെ കഴിഞ്ഞു. ആദ്യം അവൾ ജോലിയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അവളൊരു കുഞ്ഞു സംരംഭം തുടങ്ങി. ആ സംരംഭം ആദ്യം അവൾ വാട്സപ്പ് ത്രൂ ആയിരുന്നു ചെയ്ത് അവളുടെ ഫ്രണ്ട്സിനൊക്കെ എന്താ പറയുക അവളുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതല്ലാത്ത മറ്റൊരു ലോകമുണ്ട്, അത് ഫേസ്ബുക്കാണ്. അങ്ങനെ ആ കുട്ടി ഫേസ്ബുക്കിനകത്ത് വന്നു. പിന്നീട് കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതല്ലാത്ത മറ്റൊരു ലോകമുണ്ട്, ഇൻസ്റ്റഗ്രാം. അങ്ങനെ ആ കുട്ടി ഇൻസ്റ്റഗ്രാമിനകത്ത് അവൾക്ക് വേണ്ടി ഒരു ഇരിപ്പിടമൊക്കെ തയ്യാറാക്കി അവിടെ ഇങ്ങനെ ഇരുന്ന് അവൾ സ്ക്രോൾ ചെയ്യണ സമയത്ത് അവൾ അന്ന് ആ 11-12 വയസ്സുള്ള പെൺകുട്ടിക്ക് അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത വചനം ഉണ്ടല്ലോ, അത് അവളുടെ കണ്ണിനുകളെ ഉടക്കി. അവളത് കണ്ടു. അപ്പോൾ അവളത് അവളുടെ കൈപ്പടത്തിൽ എഴുതിയിട്ട് അവളുടെ ഈ പറഞ്ഞ അവളുടെ ബ്രാൻഡിൻ്റെ അലമാരക്കകത്ത് എഴുതി ഒട്ടിച്ച് വെച്ചു. പിന്നീട് അവളിതിങ്ങനെ തുറക്കുമ്പോഴൊക്കെ കാണും, അവളതിങ്ങനെ പറയും. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ആ പെൺകുട്ടി അവളുടെ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ളൊരു ഗ്രോയൊക്കെ വന്ന് ആ പെൺകുട്ടിയെ ജെയിൻ യൂണിവേഴ്സിറ്റി ഓർഗനൈസ് ചെയ്യുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ സ്പീക്കറായിട്ട് ആ പെൺകുട്ടിയെ ക്ഷണിച്ചു. ആ വേദിയിലൊരു പാനൽ ഡിസ്കഷനായിരുന്നു. അതിലിരുന്ന് ആ പെൺകുട്ടി സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെ ആദ്യം വന്ന കാര്യം തൻ്റെ അച്ഛൻ അന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഒരു വിജയമന്ത്രമായിരുന്നു എന്നുള്ള ഒരു വലിയ സത്യമായിരുന്നു. ആ വേദിയിൽ ആ പെൺകുട്ടി ഒരു സ്പീക്കറായി സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു കുഞ്ഞു സംരംഭകയായി സ്പീക്കറായി ആ പെൺകുട്ടി ചെയ്ത അവളുടെ പ്രവർത്തനങ്ങളിലൂടെ അവൾ അത്രയും വലിയൊരു വേദിയിലെത്തിയപ്പോൾ, ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ നിന്ന് ആ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായി അച്ഛൻ പഠിപ്പിച്ചു തന്നത് ഒരു വിജയമന്ത്രമായിരുന്നു എന്ന്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയായിരുന്നു അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വ റിസ്കൻ ത്വയ്യിബ വ അമലൻ മുതഖബ്ബല എന്ന് വെച്ചാൽ ഓ ഗോഡ്, ഐ ആസ്ക് യു ഫോർ ബെനിഫിഷ്യൽ നോളജ് ആൻഡ് ഗുഡ്ലി പ്രൊവിഷൻ ആൻഡ് അക്സെപ്റ്റബിൾ ഡീഡ്സ്. ആ 2000, 2001, 2002 കാലഘട്ടത്തിലെ ആ 11-12 വയസ്സുള്ള പെൺകുട്ടി 2026 2050കളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു 2ാം ഉച്ചകോടിയുടെ ഭാഗമായി എന്താ പറയുക പെൺകുട്ടി വന്നിരിക്കുമ്പോൾ അതും ആ പെൺകുട്ടി ഒരു സ്പീക്കറായി, ഒരു കുഞ്ഞു സ്പീക്കറായി, ഒരു കുഞ്ഞു സംരംഭകയായി അവളുടെ ബോധ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി വന്ന് നിന്നപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായി അച്ഛൻ പഠിപ്പിച്ചു തന്നത് ഒരു വിജയമന്ത്രമായിരുന്നു എന്ന്. താങ്ക് യു. ആ പെൺകുട്ടി മറ്റാരുമല്ല, അത് ഞാൻ തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്.